സൗകര്യം നോക്കി, തറവാട് നോക്കി, ആളും തരവും നോക്കി, സ്വഭാവം കാണിച്ച വ്യക്തിയാണ് റബ്ബേ അവൻ എന്ന് ആരെങ്കിലും എന്റെ നേരെ നോക്കി പറഞ്ഞാൽ അള്ളാന്റെ അടുത്ത് പിന്നെ ഒരു നിമിഷം പോലും എനിക്ക് രക്ഷയുണ്ടാവില്ല സഹാബത്തെ. അതുകൊണ്ട് ആർക്കെങ്കിലും പൊരുത്തം തരാനുണ്ടെങ്കിൽ, എന്നോട് വെറുപ്പുണ്ടെങ്കിൽ അതെനിക്ക് തരണം, എന്നോട് പൊരുത്തപ്പെട്ട് തരണം എന്ന് ചോദിച്ചുറപ്പ് വരുത്തിയിട്ട മദീനത്തെ പള്ളിയിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിക്ക് മടങ്ങി. പിന്നെ റസൂലുള്ള പള്ളിക്ക് വന്നിട്ടില്ല. നമ്മളിപ്പോഴും ഭാഷയില്ല. എന്താ ഇപ്പൊ പിണങ്ങാനുള്ള കാരണം? ഭയങ്കര രസ ഓരോരോ പിണക്കത്തിന്റെ കാരണം കേൾക്കുമ്പോ. ഇളയ മോന്റെ വീട്ടുകാരിയായിട്ടാ പിണക്ക്. എന്താ കാരണം? ഓളോളെ വീട്ടിൽ പോയി കൂടാൻ പോയി തിരിച്ചു വരുമ്പം കൊണ്ടുവന്ന സാധനം കുറഞ്ഞുപോയി. മൂത്തോളെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ലോണം ബേക്കറി കൊണ്ടുവന്നിട്ടുണ്ട്, ഇളയോളെ വീട്ടിൽ നിന്ന് സാധനം കുറവാ. അതുകൊണ്ട് ഇളയോന്റെ വീട്ടുകാരോടൊരു ദേഷ്യം. കുടുംബക്കാർ തമ്മിൽ മരിച്ചോയ വാപ്പാന്റെ വീതം വെച്ച സ്വത്തിൽ അതിരിട്ട കല്ലിന്റെ പേരിൽ മക്കളമ്മ തെറ്റ്. നിക്കാഹ് പറയാൻ ആ വീട്ടിൽ 1 മാസം മുൻപ് വന്നു, ഇങ്ങോട്ട് കയറാതോൻ പോയി എന്നോട് കല്യാണത്തിന്റെ ഒരാഴ്ച മുൻപാ പറഞ്ഞു. അതുകൊണ്ട് പിണക്ക്. ഈ ദുനിയാവിൽ എന്തിനാ മനുഷ്യരെ ഈ വാശി? അല്ല പൊറുക്കുന്നില്ല എന്നോടും നിങ്ങളോടും. ഇന്ന് രാത്രി 12 മണി വരെ TV കണ്ട് കാണാനുള്ള എല്ലാ തോന്നിയാസവും കണ്ട് കിടന്നിട്ടും നേരം വെളുത്തിട്ട് പടച്ചോൻ തരുന്നില്ലേ ശ്വാസം? അല്ല ദഹിപ്പിക്കുന്നില്ല എന്റെ നിങ്ങളെ ആമാശയം? ആ അല്ല നമ്മളോട് കാണിക്കുന്നില്ലേ ഔദാര്യവും കാരുണ്യവും? അള്ളാന്റെ റസൂല് കാണിച്ചിട്ടില്ലേ നമ്മളോട് കാരുണ്യവും ഔദാര്യവും? ഒരു യുദ്ധസ്വത്ത് വീതം വെക്കുന്നതിനിടയിൽ ഒരു സ്വഹാബിക്ക് കിട്ടിയത് കുറച്ച് കുറഞ്ഞു അയാളെ ചിന്തയില്. ഉടനെ അദ്ദേഹം റസൂലുള്ളാന്റെ നേരെ നിന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, എന്റെ വാപ്പന്റെ മുതലൊന്നല്ലേലോ, എനിക്കെന്താ ഈ കുറച്ച്? വാപ്പാനെ സമൂഹത്തിന്റെ മുൻപിൽ ആക്ഷേപിച്ചപ്പോ ഏതൊരാളെയും രക്തം തെറിക്കും, ഏതൊരാളുടെയും ചൂടുപിടിക്കും. അള്ളാന്റെ തിരുദൂതൻ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു, സഹോദരാ, നിന്റെ വാപ്പന്റെതായിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്നത് നിനക്ക് ഞാൻ തരികയായിരുന്നു. ആ അള്ളാഹ് പൊറുക്കുന്നുണ്ട്, അള്ളാന്റെ റസൂല് പൊറുക്കുന്നുണ്ട്. അതിനേക്കാളിലും ഇവിടെ കിടക്കുന്ന നമ്മക്കെന്താ മനുഷ്യരെ ഇത്ര പവറ്? പിന്നെ എന്താ നമ്മക്ക് ഇത്ര വാശി? ആർക്ക് മുൻപിലാ പിന്നെ നമ്മൾ ഈ കിബറും കാണിച്ചോടുന്നത്? അവസാനം മരിച്ചു കിടക്കുമ്പോ പണക്കുമായിട്ടാ മരിക്കുന്നതെങ്കിൽ പിന്നെ നിങ്ങളെ നിസ്കാരത്തിന്റെ കണക്കൊന്നും അള്ളാക്ക് വേണ്ടട്ടോ. പിന്നെ നിങ്ങൾ നോറ്റുവീട്ടിയതിന്റെ പവറൊന്നും പടച്ചോന് വേണ്ട. ഇത് ഞാൻ പറഞ്ഞതല്ല. മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ ഒരു സുബഹി നിസ്കരിച്ച് അള്ളാന്റെ റസൂലുള്ള അവിടെ ഇരിക്കുന്ന സമയത്ത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞതാ, ഈ കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചോലോ പിണങ്ങി നടക്കുന്നോലോ ഉണ്ടെങ്കിൽ എണീറ്റ് പോണം വിടുന്ന്. പള്ളിയിൽ മൂത്രമൊഴിച്ച അറാബിയോട് കാരുണ്യം കാണിച്ച റസൂലുള്ള ആ അറാബിയോട് കാണിച്ച ഔദാര്യം പോലും കുടുംബബന്ധം മുറിച്ചവരോട് കാണിക്കാതെ പറയാ, ഇക്കൂട്ടത്തിൽ ആരെങ്കിലും കുടുംബബന്ധം മുറിച്ചോലുണ്ടെ എണീറ്റ് പോണമെന്ന്. സഹാബത്ത് ചോദിച്ചു, റസൂലെ, പള്ളിയിൽ എഴുന്നേറ്റ് പോകാനോ? അള്ളാന്റെ പള്ളി നാട്ടിപ്പുറത്താക്കാനോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, അവരിയ്ക്കുന്ന സദസ്സിൽ അള്ളാന്റെ ബർക്കത്ത് ഇറങ്ങൂലാന്ന്. കുടുംബബന്ധം മുറിച്ചവര്, തമ്മിൽ തെറ്റി നടക്കുന്നവര്, അലോഗ്യത്തിൽ നടക്കുന്നവര് ഇരിക്കുന്ന സദസ്സിൽ അള്ളാന്റെ ബർക്കത്ത് ഇറങ്ങൂല. ഇത്രയും മനുഷ്യന്മാര്, നല്ല മനുഷ്യന്മാര് ജീവിക്കുമ്പോൾ അതിന്റെ ഇടക്ക് കുടുംബബന്ധം മുറിച്ച ഒരാളുണ്ട്, വാനലോകത്തുനിന്ന് മലക്കൾ ശപിക്കുന്ന നാണം കെട്ടോനെ, ഈ കാരണം ആ സമൂഹത്തിന്, ആ സദസ്സിന് കിട്ടണില്ലല്ലോ എന്ന് അവര് ശപിച്ചുകൊണ്ടിരിക്കുന്ന അത്ര ഗൗരവ. പക്ഷെ നമ്മക്കോ പിണങ്ങാന്ന് പറഞ്ഞ മൂക്കിന്റെ തുച്ഛത്താ ദേഷ്യം. പെട്ടെന്ന് പിണക്കം കഴിയും. ഒന്ന് കയറി ചെന്ന് ചെല്ലാൻ. ഈ അടുത്ത ദിവസം ഒരു മയ്യത്ത് സംസ്കരണത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരാള് ആ കവറിലേക്ക് ആ മനുഷ്യന്റെ മയ്യത്തെക്കുമ്പോൾ പറയാ, നല്ല മനുഷ്യനായിരുന്നു, പള്ളിയിൽ സുബഹിക്ക് വരും, ചിലപ്പോൾ മോട്ടർ മൂപ്പര ഇടുക, എന്ത് മഴ ഉണ്ടെങ്കിലും മൂപ്പര് വന്നിട്ടല്ലാണ്ട് പള്ളി തുറക്കൂല, ഒരു പൈസയും മൂപ്പര് വാങ്ങിയിട്ടില്ല, എന്തുണ്ട് ചോദിച്ചാലും 10, 100, 1000 ആയിട്ട് തരും, നല്ല മനുഷ്യൻ. എന്നിട്ട് അവസാനം അയാൾ പറയാ, ആകെ ഒരു മോശം എന്ന് പറയാനുള്ളത് കാരണം ഒരു 8-9 കൊല്ലായിട്ട് പിണക്ക, അല്ലാണ്ട് ഒരു കുറവ് ആ മനുഷ്യനില്ല. ആ ഒരൊറ്റ കുറവ് മതി. പിന്നെ പഠിച്ചോ നിങ്ങളതൊന്നും സ്വീകരിക്കൂല. അത് ഞാൻ പറഞ്ഞല്ല, ലൻ യുഖ്ബലുല്ലാഹ്, അള്ളാന്റെ അടുത്തേക്ക് ഉയർത്തപ്പെടൂല. നിങ്ങൾ 5-ന് പകരം 5 കൊല്ലം നിന്ന് ഒരുമിച്ച് നിസ്കരിച്ചാലും, 30-ന് പകരം 30 കോടി മാസം നോമ്പ് പറ്റാലും, 10 ഉറുപ്പ്യക്ക് പകരം 10 കോടി നിങ്ങൾ ദാനം ചെയ്താലും, കുടുംബബന്ധം മുറിച്ചോന്റെ ഒരു അമല് അതൊരു പുഞ്ചിരിയാണെങ്കിൽ പോലും അള്ളാഹ് സ്വീകരിക്കൂലെന്ന. പക്ഷെ നമുക്ക് തോൽക്കാൻ വാശിയ. വീറ് നമ്മൾ വിടൂല, മരിക്കുന്നവരെ വിടൂല. മറ്റൊരുത്തന്റെ വീട്ടിക്ക് കയറി ചെല്ലാൻ നമ്മളെ പവർ സമ്മതിക്കൂല. പക്ഷെ പോവും ഓ മരിച്ചെന്ന് കേട്ടാൽ. അഹമ്മദും ജബ്ബാറും തമ്മിൽ നല്ല പണക്ക, ആയുസുള്ള കാലത്ത് പോയിട്ടില്ല. അവസാനം ജബ്ബാർ മരിച്ചെന്ന് കേൾക്കുമ്പോ അഹമ്മദിനൊരു വരല വന്നിട്ട് ജബ്ബാറിന്റെ മോന്റെ തോളിലൊക്കെ ഒന്ന് തട്ടി, ഒന്ന് സങ്കടമൊക്കെ ഒന്ന് കാണിച്ച് പള്ളിയിൽ നിസ്കരിക്കാനൊക്കെ വരും. മനുഷ്യർ ആയുസുള്ളപ്പോ ഒന്ന് കയറി ചെന്നീനെ അത്രയും പുണ്യം ഉണ്ടാകുകയും. മരിച്ചടക്കുന്ന ഓനങ്ങൾ ചെന്ന് കണ്ടിട്ടും കണ്ടിട്ടില്ലെങ്കിലും പൊരുത്തം പിന്നെ നിങ്ങൾക്ക് എവിടുന്ന വാങ്ങാൻ പറ്റുക?
മരിക്കാൻ കാത്തിക്കുക ചിലര് ഒന്ന് നന്നാവാൻ. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും മരിക്കുന്നതിന്റെ മുൻപ് അവനാന്റെ സ്വത്തും കുടുംബവും ഒന്ന് സൂക്ഷിച്ചോളി. ഈ രണ്ട് കാരണം കൊണ്ട് മാത്രം